ഓക്കെ, ഞാനിന്നിവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയുടെ ഡിഗ്രി ലെവൽ എക്സാമിന് വരുന്ന ഹോട്ട് ടോപ്പിക്സ്. അത് നമുക്ക് 2 ദിവസം കൊണ്ട് എത്രയൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും, എത്രയൊക്കെ കവർ ചെയ്യാനും റിവിഷൻ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മളിന്ന് ആദ്യം എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിലെ വൊക്കാബാണ്. സോ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ, വൊക്കാബ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സിലബസിൽ 10 മാർക്കിന് വൊക്കാബാണുള്ളത്. സോ നമ്മുടെ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? അബാൻഡൻ ആണ്. അബാൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് അല്ലെങ്കിൽ ഫോർസേക്ക് ആണ്. ലീവ് എന്ന് പറയുക ഉപേക്ഷിക്കുകയാണ്. അബാൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലീവ് ചെയ്യുക അല്ലെങ്കിൽ ഫോർസേക്ക്, അതായത് ഒന്ന് പോയി തരൂ, ഉപേക്ഷിക്കുകയാണ്, പോയി തരൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ അബാൻഡൻ ചെയ്യുക എന്ന് പറയുക. എബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ്, ലെസൺ, ഡിമിനിഷ്. അതായത് ഇപ്പം എബേറ്റ് എന്ന് പറയുമ്പോൾ ബെയ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫുള്ളാന്ന് വിചാരിക്കുക, എന്നിട്ട് എബേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു എബേറ്റ് എടുക്കാമെന്ന് വിചാരിക്കുക, കുറയ്ക്കുക എന്നാണ് അർത്ഥം. ഇനി ആൻ്റണിമാണ് അബാൻഡൻ. അബാൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പറഞ്ഞു ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻ്റണിം എന്തായിരിക്കും? റീറ്റെയിൻ, നിലനിർത്തുക, റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഗ്രവേറ്റ്, ഇൻറ്റൻസിഫൈ. അതായത് എബേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ബെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊരു ഫുള്ളാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എബേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് എന്ന് വിചാരിക്കുക, കുറവ്. അപ്പോൾ എന്താണ് അഗ്രവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വലുതാക്കുക, തീവ്രമാക്കുക, ഇൻറ്റൻസിഫൈ, തീവ്രമാക്കുക, കുറച്ചും കൂടി വലിയതാക്കുക എന്നുള്ളതാണ് അഗ്രവേറ്റ് എന്ന് പറയുക. അഗ്രവേറ്റിന് സ്പെല്ലിങ് നോക്കിയോ, AGGRAVATE, അഗ്രവേറ്റ്. ഇനി ഫ്രേസൽ വെർബ്സ്. കോൾ ബൈ ടു വിസിറ്റ് സംവൺ ബ്രീഫ്ലി, അതായത് കുറച്ച് ഒരു ബൈ എന്ന് പറയുമ്പോൾ ചെറുതല്ലേ, അപ്പം കുറച്ച് നേരത്തേക്ക് ഒരാൾക്കാരെ പോയി കാണുക എന്നുള്ളത്. കോൾ ബൈ എന്ന് പറയുമ്പോൾ ടു വിസിറ്റ് സംവൺ ബ്രീഫ്ലി, വളരെ കുറച്ച് നേരത്തേക്ക് കാണാം. ഇപ്പം കോൾ ബൈ എ പ്രസിഡൻറ്റ് പ്രസിഡൻറ്റിന് വളരെ കുറച്ച് നേരമല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കോൾ ബൈ പ്രൈം മിനിസ്റ്ററിനെ നമുക്ക് കുറച്ച് നേരമല്ലേ കാണാൻ പറ്റുള്ളൂ, നമുക്ക് കുറേ നേരമൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കോൾ ബൈ ടു വിസിറ്റ് സംവൺ ബ്രീഫ്ലി എന്ന് പറയുക. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് അല്ലെങ്കിൽ റിക്വയർ, ആവശ്യപ്പെടാണ്. കോൾ ഫോർ എന്താണ്? ഡിമാൻഡ് അല്ലെങ്കിൽ റിക്വയർ, ആവശ്യപ്പെടുക എന്നുള്ളതാണ് കോൾ ഫോർ എന്ന് പറയുക. ഡിമാൻഡ് അല്ലെങ്കിൽ ടു റിക്വയർ, ആവശ്യപ്പെടുക എന്നുള്ളതാണ് കോൾ ഫോർ. ഇനി നമ്മൾ ഫോറിൻ വേർഡ്സ് ആണ് അബ് ഇനീഷ്യോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫ്രം ദ ബിഗിനിങ്, ഇനീഷ്യോ, ENI കണ്ടോ, ഇനീഷ്യൽ എന്ന് പറയുന്ന പോലെ ഫ്രം ദ ബിഗിനിങ്. ആഡ് ഇൻഫിനിറ്റം. അപ്പോൾ ഇൻഫിനിറ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഓപ്ഷനിൽ നിന്ന് കിട്ടും ടു ഇൻഫിനിറ്റി, വിത്തൗട്ട് ലിമിറ്റ്, എൻലെസ്ലി. അതായത് നമുക്ക് ലിമിറ്റ് ഇല്ലാതെ എൻലെസ്ലി, എൻഡ് ഇല്ലാതെ, അതാണ് നമ്മൾ ആഡ് ഇൻഫിനിറ്റം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് എന്ത്? കൺഫ്യൂസ്ഡ് വേർഡ്സ് ആണ്. എക്സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രി എന്നാണ്, ടു അഗ്രി. ഹി എക്സീഡഡ് ടു മൈ റിക്വസ്റ്റ്. എക്സീഡിൻ്റെ സ്പെല്ലിങ് നോക്കി വെച്ചോ, ACC. അപ്പം നമ്മൾ ഈ സ്പെല്ലിങ് പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ രണ്ടായിട്ട് തിരിക്കുക. ഇപ്പം ACCEDE ആണ്. അപ്പം എക്സ് എന്ന് പറയുമ്പോൾ ACCEDE ആണോ. എക്സീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അഗ്രി ചെയ്യുകയാണ്. ഹി എക്സീഡ് ടു മൈ റിക്വസ്റ്റ്, അവൻ അഗ്രി ചെയ്തു, എൻ്റെ റിക്വസ്റ്റിന് അവൻ അഗ്രി ചെയ്തു. ഇനി എക്സീഡ്, EXCEED, എക്സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഗോ ബിയോണ്ട് എന്നാണ് അർത്ഥം. ടു ഗോ ബിയോണ്ട്, എക്സീഡ്, EXCEED, ടു ഗോ ബിയോണ്ട്, എക്സീഡ് ചെയ്യുക. അവൻ ഭയങ്കര എന്താ പറയുക, അവൻ ബിയോണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് അവൻ പോയി എന്ന് പറയല്ലേ. വൺ എക്സ്പെൻസ് ഷുഡ് നോട്ട് എക്സീഡ് വൺസ് ഇൻകം. ഒരാളുടെ എന്താ പറയുക, ഇൻകം എന്ന് പറയുന്നത് അയാളുടെ ചിലവിനേക്കാളും, അയാളുടെ ചിലവ് ഒരാളുടെ ഇൻകത്തിനേക്കാളും എക്സീഡ് ചെയ്യരുതെന്നാണ് പറയാം. EXCEED, അതാണ് എക്സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സിനോണിം നോക്കാം. അബ്രിവിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രിഡ്ജ്, കണ്ടൻസ്, ഷോർട്ടൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ പഠിച്ചാൽ തന്നെ എബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയ്ക്കുക എന്നാണ് അർത്ഥം, എബേറ്റ്. അതുപോലെ തന്നെ എബ്രിവിയേറ്റ് എന്ന് പറഞ്ഞാലും ഒരു സൗണ്ട് അല്ലേ വരെ. എബ്രിവിയേറ്റിന് സ്പെല്ലിങ് നോക്കി വെച്ചോ, ABB, അബ്രിവിയേറ്റ്, REVIATE കണ്ടോ. അബ്രിവിയേറ്റ് എന്ന് പറഞ്ഞാൽ അബ്രിഡ്ജ് ചെയ്യുക, നമ്മൾ അബ്രിഡ്ജ് ചെയ്യുക, കണ്ടൻസ് ചെയ്യുക, ഷോർട്ടൻ ചെയ്യുക, വീണ്ടും കുറയ്ക്കാൻ തന്നെയാണ് അർത്ഥം. ഷോർട്ടൻ ചെയ്യുക, കണ്ടൻസ് ചെയ്യുക. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വലുതാണെങ്കിൽ അബ്രിഡ്ജ് ചെറുത്. ഓക്കെ, അങ്ങനെ വെച്ച് പഠിച്ചു വെക്കുക. അബ്ഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കിഡ്നാപ്പ് ചെയ്യുക, നമുക്കറിയാം. അബ്ഡക്റ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നാപ്പ് ചെയ്യുക, സീസ് ചെയ്യുക, സ്നാച്ച് ചെയ്യുക, ഇതൊക്കെയാണെന്ന് പറയുക അബ്ഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അബ്രിവിയേറ്റിൻ്റെ ആൻറ്റോണിം എന്താണ്? എക്സ്പാൻഡ് ചെയ്യുക. അപ്പം നമ്മൾ ഷോർട്ടൻ ചെയ്യുകയാണ് അബ്രിവിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ
ആൻറ്റോണിം എന്ന് പറയാം. അബ്ഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കിഡ്നാപ്പ് ചെയ്യുക, സീസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ആൻറ്റോണിം എന്താണ്, റെസ്ക്യൂ ചെയ്യുക, രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുക. കിഡ്നാപ്പ് ചെയ്യുക, എടുത്തുകൊണ്ട് വരിക, ഡെലിവർ ചെയ്യുക, അത് കൊണ്ട് തിരിച്ചു വയ്ക്കുക. ഓക്കെ, ഡെലിവർ ചെയ്യുക, അതാണ് അബ്ഡക്റ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത്. ഇനി ആനിമൽസ് ആൻഡ് യങ് വൺസ്. ആൻറ്റിൻ്റെ യങ് വൺസിനെ പറയുന്നതാണ് ആൻറ്റ്ലിങ്. ഓക്കെ, ആൻറ്റ്ലിങ് എന്നാണ് ആൻറ്റിൻ്റെ ചോദിക്കുക. അതായത് ആൻറ്റിൻ്റെ കുഞ്ഞ് എന്താ പറയുക, എപ്പോഴും എന്താ പറയുക, ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ലിങ്ക് അടിച്ച് നടക്കുക എന്ന് ആലോചിച്ചാൽ മതി. ആൻറ്റിലിങ്. ഓക്കെ, ആൻറ്റിലിങ് എന്ന് പറയുക. ആൻറ്റിൻ്റെ കുഞ്ഞിൻ്റെ പേര് ആൻറ്റിലിങ്. ആൻറ്റിലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞിൻ്റെ ഒരു കിഡ് കാഫ് എന്നാണ് നമ്മൾ പറയുക. ആൻറ്റിലോപ്പിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുക ആൻഡ് ഇലോപ്പ്, EANT ആൻഡ് ഇലോപ്പ്, ELOPE, ആൻഡ് ഇലോപ്പ്, കിഡ് കാഫ് എന്നാണ് പറയുക. ഫോബിയാസ് എന്ന് നമ്മൾ ഫോബിയാസാണ് പഠിക്കുന്നത്. ഇനി അബ്ലൂട്ടോഫോബിയ എന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മൾ അബ്ലൂട്ടോഫോബിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ കളർ വാട്ടർ ആണല്ലോ. അതായത് ഫിയർ ഓഫ് വാഷിംഗ് ഓർ ബാത്തിങ്, നമ്മൾ വെള്ളം വെച്ചിട്ടാണല്ലോ കുളിക്കുന്നതും ബാത്ത് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒക്കെ. അപ്പം അബ്ലൂട്ടോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് വാഷിംഗ് ഓർ ബാത്തിങ് ഓർ ക്ലീനിങ് ആണ് നമ്മൾ അബ്ലൂട്ടോഫോബിയ എന്ന് പറയുന്നത്. അക്ലുവോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഡാർക്ക്നെസ്. അതായത് ACHLUO, അക്ലുവോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഡാർക്ക്നെസ്, നമുക്ക് ഇരുട്ടിനെ പേടിയുള്ളതാണ് അക്ലുവോഫോബിയ. അപ്പോൾ അബ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിയർ ഓഫ് വാഷിംഗ്, ക്ലീനിങ്, പിന്നെന്താ പറയുക, ബാത്തിങ് എന്നിവയാണ് അബ്ലൂട്ടോഫോബിയ എന്ന് പറയുക. ഇനി അക്ലുവോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ, ഫിയർ ഓഫ് ഡാർക്ക്നെസ് ആണ്. അപ്പോൾ കൺഫ്യൂസ്ഡ് വെച്ചാൽ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു, ഞാൻ ആ ഡിസിഷൻ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയല്ലേ, റിസീവ് ചെയ്തു എന്നാണ് അർത്ഥം. ഐ ആക്സെപ്റ്റഡ് ഓൾ ദ ഗിഫ്റ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പാർട്ട് ഫ്രം, അല്ലെങ്കിൽ എന്താണ്, അതർവൈസ് എന്നാണ് പറയുക. എപ്പാർട്ട് ഫ്രം അതർവൈസ്, അല്ലെങ്കിൽ ഇതല്ലാതെ അത്, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ എക്സെപ്റ്റ് പറയുക. CEPT, അതാണ് എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ. എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പാർട്ട്, അതർവൈസ് എന്നാണ് അത് പറയുക. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് സിനോണിംസ് ആണ്. വീണ്ടും എബോർ എന്ന് പറഞ്ഞാൽ ഹേറ്റ് ചെയ്യുക, ഡിറ്റസ്റ്റ് ചെയ്യുക എന്നാണ് പറയുക. എബോർ, ഓക്കെ, അവനൊരു ബോറാണ്, അതുകൊണ്ട് ഞാനതിനെ ഹേറ്റ് ചെയ്യുന്നു ആലോചിച്ചാൽ മതി. എബോർ, ABHOR, എബോർ, ഹേറ്റ് ചെയ്യുക, ഡിറ്റസ്റ്റ് ചെയ്യുക. എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കാപ്പബിലിറ്റി അല്ലെങ്കിൽ ടാലൻറ്റ്, പവർ, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, എബിലിറ്റി എന്ന് പറയുക. അപ്പോൾ എബോർ എന്ന് പറഞ്ഞാൽ ഹേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡിറ്റസ്റ്റ് ചെയ്യുക, ആ ബോറിനെ എനിക്കിഷ്ടമല്ല. ഓക്കെ, അബോർ, ABHOR, എബോർ, ഹേറ്റ് ചെയ്യുക, ഡിറ്റസ്റ്റ് ചെയ്യുക. എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പബിലിറ്റി, ടാലൻറ്റ്, പവർ, ഇതിനെയാണ് നമ്മൾ എബിലിറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി ആൻറ്റോണിംസ് എന്താണ്? ആൻറ്റോണിംസിൽ നമ്മൾ പഠിക്കുന്നത് എബൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആൻറ്റോണിം. എബൈഡ്, വെക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുക. ഓക്കെ, എബൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നതായിരിക്കും, എൻട്രി ചെയ്യാമെന്നായിരിക്കും എൻ്റെ അർത്ഥം. അപ്പോൾ എന്താ പറയുക, എൻ്റെ ആൻറ്റോണിം എന്താണ്, എക്സിറ്റ് ചെയ്യുക. ഓക്കെ, എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എബൈഡ്. എബിലിറ്റി നമ്മൾ പറഞ്ഞു, അതെന്താണ്, ക്യാപ്പബിലിറ്റിയും ടാലൻറ്റ് പവറും ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ ടാലൻറ്റ് പവറാണ് അതിൻ്റെ സിനോണിം. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും, ഇനബിലിറ്റി അല്ലെങ്കിൽ ഡിസബിലിറ്റി എന്നാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ആൻറ്റോണിം എന്ന് പറയുന്നത്. ഈ ഫ്രേസൽ വെർബ് എന്താണ്, കോളിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡ് ഫോർ. അപ്പോൾ നമ്മൾ കോൾ ബൈ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് നേരത്തേക്ക് ആരെങ്കിലും പോയി കാണാമെന്നുള്ളത്. കോളിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡ് ഫോർ സംവൺ. ഓക്കെ, കോളിൻ, സെൻഡ് ഫോർ, ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ്, ഐ എം കോളിൻ ഫോർ ദിസ് തിങ് എന്ന് പറയത്തില്ലേ, അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. കോളിൻ എന്ന് പറഞ്ഞാൽ സെൻഡ് ഫോർ. കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ക്രൈ, ഷൗട്ട് ഫോർ ഹെൽപ്പ്. കോൾ ഔട്ട്, ഐ എം കോളിങ് ഔട്ട്, അതായത് എനിക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടി ഞാൻ കോളിങ് ഔട്ട് ചെയ്യുകയാണ് എന്ന് പറയില്ലേ, കോൾ ഔട്ട്. ടു ക്രൈ അല്ലെങ്കിൽ ഷൗട്ട് ഫോർ ഹെൽപ്പാണ് എന്തെന്ന് പറയുന്നത്, കോൾ ഔട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ആഡ് വെലോറം എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു വാല്യൂ. വെലോറം എന്ന് പറയുമ്പോൾ അതിൽ തന്നെയുണ്ട് അക്കോർഡിംഗ് ടു വാല്യൂ എന്നാണ് അത് കൊടുത്തിരിക്കുന്നത്. ആഡ് വെലോറം എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു വാല്യൂ. ആഡ് ഹോക്ക് എന്ന് പറഞ്ഞാൽ അറേഞ്ച്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ ടെമ്പററി. അത് ആഡ് ഹോക്ക്, ജഡ്ജസ് ആഡ് ഹോക്ക് ജഡ്ജ് എന്നൊക്കെ പറയുന്ന കേട്ടില്ല. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി എന്തെങ്കിലും ടെമ്പററി ആയിട്ട് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി നിയമിക്കപ്പെടാമെന്നാണ് അർത്ഥം. അതാണ് ആഡ് ഹോക്ക് എന്ന് പറഞ്ഞാൽ അറേഞ്ച്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ് എന്നാണ് അതിന് പറയാം. ഇനി ആനിമൽ സൗണ്ട്. ഏപ്പിൻ്റെ ആനിമൽ സൗണ്ട് എന്താണ്,
ഗിബ്ബസ് അത് ഏപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങൻ. അപ്പം എന്താ പറയുക, അതിൻ്റെ ഗിബ്ബസ് അവരെന്താണ് ഭാഷ സംസാരിക്കുന്നത് ഗിബ്ബേഴ്സാണ്. ഇപ്പം ഗിബ്ബേഴ്സ് ഭാഷ എന്ന് പറയുന്നത് GIBBES ഗിബ്ബേഴ്സ്. അവർക്ക് തമ്മിൽ മനസ്സിലാവുന്ന ഒരു ഗിബ്ബേഴ്സ് ഭാഷയിലാണ് അവർ സംസാരിക്കാന്ന് വെച്ചാൽ ആലോചിച്ചാൽ മതി. ആസ് എന്ന് പറയുന്ന കഴുത എന്താണ് ബ്രേസ് ബ്രേ എന്ന് പറയണ്ടല്ലേ, അത് കരയുക. അപ്പോൾ ബ്രേസ് ആസ് എന്ന് പറഞ്ഞാൽ ബ്രേസ് എന്നാണ്. ഇനി അടുത്തത് വീണ്ടും സിനോണിമാണ് അബ്നോർമലിൻ്റെ ഇത് എന്താണ് നോർമൽ അല്ലാത്തതാണല്ലോ അബ്നോർമൽ. നോർമൽ അല്ലാത്തതിനെയാണ് നമ്മൾ അബ്നോർമൽ എന്ന് പറയാം. അപ്പം അതിൻ്റെ സിനോണിം എന്തായിരിക്കും? അൺയൂഷ്വൽ ആയിട്ടുള്ള, എക്സെൻട്രിക്. അതായത് യൂഷ്വൽ ആയിട്ടുള്ള സ്വഭാവമല്ല, അതിനേക്കാളും അപ്പുറത്തുള്ളൊരു സ്വഭാവത്തിനെയാണ് നമ്മൾ എക്സെൻട്രിക് എന്ന് പറയാം. എക്സെൻട്രിക് ആൾക്കാർ ചിലർ പറയത്തില്ല, കുട്ടികൾ എക്സെൻട്രിക് ആണ് ഭയങ്കര, അതായത് യൂഷ്വലായിട്ട് കാണുന്നതല്ല, അതാണ് അബ്നോർമൽ. അതിൻ്റെ എന്ന് പറഞ്ഞാൽ മതി. എക്സെൻട്രിക് ECCENTRIC എക്സെൻട്രിക്, അല്ലെങ്കിൽ അൺയൂഷ്വൽ UNUSUAL അൺയൂഷ്വൽ. എക്സെൻട്രിക് അല്ലെങ്കിൽ അൺയൂഷ്വൽ എന്ന് പറഞ്ഞാൽ മതി. ഇനി അബോമിനേറ്റ് ഇപ്പം നമ്മൾ പറഞ്ഞു അബോറിനെ എനിക്കിഷ്ടമല്ല, ABHOR അബോറിനെ എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന പോലെ അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റിയൊരു സാധനമാണ് അബോമിനേറ്റ്. കണ്ടോ, അബോമിനേറ്റ് ഒരേ ഒരു ഉച്ചാരണമല്ല തന്നേക്കുന്നത്. അബോമിനേറ്റ് ABOMINATE. അബോമിനേറ്റ് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, അബോർ ചെയ്യുക. ഓക്കെ, അബോർ ചെയ്യുക, അതാണ് അബോമിനേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ പറഞ്ഞു ഏപ്പിൻ്റെ എന്താണ്, നമ്മൾ അതിൻ്റെ ശബ്ദം, ഒരു ക്രൈ എങ്ങനെയാണ് പറയുക? ഗിബ്ബേഴ്സ് എന്നാണ് പറയാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏപ്പിൻ്റെ കുഞ്ഞിനെ നമ്മൾ എന്താ പറയുക? ഇൻഫാൻറ്റ് എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ കുരങ്ങൻ, ഇപ്പം നമ്മൾ മനുഷ്യൻ്റെ കുഞ്ഞിനെ നമ്മൾ ഇൻഫാൻറ്റ് എന്നാണ് പറയാം. അതൊക്കെ കുരങ്ങനിൽ നിന്ന് നമ്മൾ രൂപപ്പെട്ടതാണെന്നാണല്ലോ പറയുന്നത്. അപ്പം എന്താ പറയുക, ഏപ്പിൻ്റെ കുഞ്ഞിനെ നമ്മൾ ഇൻഫാൻറ്റ് എന്ന് തന്നെ പറയാം. ഇപ്പം ആസിൻ്റെ ക്രൈന് നമ്മൾ ബ്രേ എന്ന് പറഞ്ഞിട്ട് അത് ക്രൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ബ്രേസ് എന്ന് പറഞ്ഞു. അപ്പം ആസിൻ്റെ യങ് വൺസിനെ നമ്മൾ എന്താ പറയുക? ഫോള്, കോൾട്ട്, ഫില്ലി. FOAL ഫോള്, കോൾട്ട് COLT കോൾട്ട്, ഫില്ലി, അങ്ങനെയൊക്കെയാണ് പറയാം. അപ്പം ഇവിടെ ആസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം കഴുതയ്ക്ക് എന്താ ബുദ്ധി ഇല്ല എന്നൊക്കെ പറയുന്നത്. അപ്പം കഴുത കുഞ്ഞിനും എന്തായിരിക്കും ബുദ്ധി ഇല്ലെങ്കിൽ, അപ്പോൾ ഫൂളാണ് അല്ലെങ്കിൽ ഫില്ലിയാണ്. അങ്ങനെ ആലോചിച്ച് കണക്ട് ചെയ്താൽ മതി. FOAL ഫോള്, ഫില്ലി FILLY ഫില്ലി, അല്ലെങ്കിൽ കോൾട്ട് ഇങ്ങനെ ആലോചിച്ച് വെക്കാം. ഇനി ആക്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റിനെ പേടി. അപ്പം ആക്രോ നമ്മൾ അതെങ്ങനെ ചിന്തിച്ച് വെക്കാന്ന് വെച്ചാൽ അപ്പോൾ ക്രോ മുകളിൽ പറക്കുന്ന. അപ്പോൾ പറക്കുക ഹൈറ്റാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം മുകളിലാണ് പറക്കുന്നതെന്ന് ആലോചിക്കുന്നത്. ആക്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഹൈറ്റ് ആണ്. അഗിലോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് പെയിൻ ആണ്. അഗിലോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിയർ ഓഫ് പെയിൻ ആണ്. അഗിലോഫോബിയ, ഫിയർ ഓഫ് പെയിൻ. ഇനി അടുത്തത് നമ്മൾ മാസ്കുലിൻ ഫെമിനിനാണ് പഠിക്കുന്നത്. അബോട്ട് എന്ന് പറയുമ്പോൾ അബോട്ടിൻ്റെ സ്പെല്ലിംഗ് നോക്കി വെച്ചോ, ABBOT അബോട്ട്. അതിൻ്റെ ഫെമിനിൻ എന്താണ്? എബസ് ആണ്, ABBESS. ആക്ടറിൻ്റെ ആക്ട്രസ്, ACTRESS ആക്ട്രസ്. ഓക്കെ, ഇനി അടുത്ത സെറ്റിൽ ഇതാണ് നമ്മൾ സെറ്റ് 5 സിനോണിമാണ് പഠിക്കുന്നത്. അബ് ഒറിജിനൽ. അപ്പോൾ അബ് ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ്, ഇൻഡിജീനസ് എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഇവിടെ ഉള്ളതാണ്, ഇവിടുത്തെ ഒറിജിനൽ ആൾക്കാരാണ് അവർ ഈ എന്താ പറയുക, ഇൻഡിജീനസ് ആയിട്ടുള്ള ആൾക്കാരാണ്, പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ പറയില്ലേ. ഇവിടുത്തെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ട്രൈബ്സ് എന്നൊക്കെ പറയത്തില്ലേ. അതുകൊണ്ട് അബ് ഒറിജിനൽ എന്നാണ് ഇതിൻ്റെ സിനോണിം എന്ന് പറയുന്നത്. അബ് ഒറിജിനൽ, പ്രിമിറ്റീവ്, ഇൻഡിജീനസ്. അബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെൻറ്റി, അഡ്യൂക്കേറ്റ്. അതിന് ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട് ഇവിടെ. അബണ്ടൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? പ്ലെൻറ്റി ആയിട്ടുള്ള, അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള, ആവശ്യത്തിനൊക്കെ അബണ്ടൻസ്. അപ്പോൾ അബോറിജിനൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിമിറ്റീവ്, ഇൻഡിജീനിയസ്. അബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെൻറ്റി, അഡ്യൂക്കേറ്റ് എന്നൊക്കെയാണ് അർത്ഥം. ഇനി അബോളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ നശിപ്പിച്ചു വിടുക. അപ്പം അതിൻ്റെ ആൻറ്റോണിം എന്തായിരിക്കും? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നായിരിക്കും, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അബോളിഷ് എന്ന് പറഞ്ഞാൽ. റീറ്റെയിൻ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇനി അബോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോമിനേഷൻ്റെ എന്താണ് ആൻറ്റോണിമാണ്? അഡ്മിറേഷൻ, ഡിലൈറ്റ്ഫുൾ പ്ലസ് അബോമിനേഷൻ നെഗറ്റീവ് മീനിങ് ആണ്. ഓക്കെ, അബോമിനേഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് മീനിങ് ആയിട്ട് ആലോചിച്ച് വെക്കുക. ഓക്കെ, അബോമിനേഷൻ ആണ് അവൾ ചെയ്യുന്നത്, ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ അഡ്മയർ ചെയ്ത് കൊടുക്കണം. ഒരാൾ ഇകഴ്ത്തി കഴിഞ്ഞാൽ മറ്റൊരാൾ എന്താണ് അഡ്മയർ ചെയ്ത് കൊടുക്കണം. ഒന്ന് ഡിലൈറ്റ്ഫുൾ, പ്ലസൻ്റ് ആയിട്ടിരിക്കുക, ഡിലൈറ്റ്ഫുൾ. അതാണ് അബോമിനേഷൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത്. ഇനി കോൾ ഓഫ് എന്ന് പറഞ്ഞതാണ് ക്യാൻസൽ ചെയ്ത് വിടുക. മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് കോൾ ഓഫ് ചെയ്തെന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് വിടാന്ന്. കോളറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യുക, പ്ലേസ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോളറ്റ് എന്ന് പറയാം. ഇനി അടുത്ത് എന്താണ്?
ഫോറിൻ വേർഡ്സ് ആണ്. അലിയാസ് എന്ന് പറഞ്ഞാൽ അതർവൈസ് തന്നെ അസ്യൂർഡ് നെയിം. അതായത് ഇപ്പോൾ നമുക്കൊരാളെ അറിയില്ല, നമ്മൾ ഒരു കൂട്ടുകാരനെ ഇങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് കുറേ നമുക്ക് പേര് മറന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി അവൻ്റെ അടുത്ത് പേര് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അളിയ എന്നാണ് വിളിക്കുക. അതായത് ഒരു അസ്യൂംഡ് നെയിം, അലിയ അങ്ങനെ അലിയാസ് എന്നൊക്കെ. ആൽമ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അലൂമിന എന്നൊക്കെ പറയത്തില്ലേ, അതായത് പഴയ സ്കൂളിൽ പഠിച്ച പഴയ പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മൾ പറയുന്നതാണ്. അതുപോലെ തന്നെ അൽമ മാറ്റർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, യൂണിവേഴ്സിറ്റി ഓർ സ്കൂൾ ദാറ്റ് എ പേഴ്സൺ വൺസ് അറ്റൻഡഡ്. അതായത് പഴയ നമ്മൾ പഠിച്ച ഒരു പൂർവ്വ സ്കൂളിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീനെ പറയുന്നതാണ് അൽമ മാറ്റർ. കണ്ടോ, അൽമ. ഓക്കെ, ഇനി അടുത്തത് ആൻറ്റലോപ്പിൻ്റെ നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ആൻറ്റലോപ്പിൻ്റെ സൗണ്ട് എന്താണ്, ഷോർട്ട് എന്നാണ് പറയുക. അപ്പോൾ ആൻറ്റലോപ്പ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, അതൊന്നും കൂടെ നോക്കാം നമുക്ക്. ഞാനിങ്ങനെ ഓരോ കോഡുകൾ ഇട്ടിട്ടാണ് കേട്ടോ നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ നന്നായിട്ട്. അപ്പം ആൻറ്റലോപ്പിൻ്റെ യങ് വൺ എന്താണ്, കിഡ് കാഫ് എന്നാണ് നമ്മൾ പഠിച്ചത്. കിഡ് കാഫാണ് ആൻറ്റലോപ്പിൻ്റെ യങ് വണ്ണിനെ നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മൾ ഇപ്പം അത് പഠിച്ചതെന്ന് വെച്ചാൽ ആൻറ്റലോപ്പിൻ്റെ ആനിമൽ സൗണ്ട് ഷോർട്ട് എന്നാണ് ആൻറ്റലോപ്പിൻ്റെ ആനിമൽ സൗണ്ട് എന്ന് പറയുന്നത്. ബിയറിൻ്റെ എന്താണ്, ഗ്രൗൾസ്. ബിയർ ഗ്രൗൾ ചെയ്യുക എന്നാണ് പറയുക. ബിയർ ഗ്രൗൾ ചെയ്യുക എന്നാണ് പറയുക. ഗ്രൗൾ ചെയ്യുക, ഇങ്ങനെ മുരണ്ടു. ബിയർ ഗ്രൗൾസ് എന്നാണ് പറയുക. ഇനി അടുത്ത് എബ്രിഡ്ജ്. അപ്പോൾ എബ്രിഡ്ജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഫുള്ളാണെങ്കിൽ എബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ടൻ ചെയ്യുക, കണ്ടൻസ് ചെയ്യുക, കംപ്രസ് ചെയ്യുക, അങ്ങനെയൊക്കെ. ഇനി അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട്, ഹേസ്റ്റി ആയിട്ട്. അബ്രപ്റ്റായിട്ട് ഇൻറ്ററപ്റ്റ് ചെയ്തു അവൻ. അബ്രപ്റ്റാണ്, സഡൻ ആയിട്ടാണ് അവൻ വന്ന് ഇൻറ്ററപ്റ്റ് ചെയ്തതെന്ന് പറയത്തില്ലേ, അബ്രപ്റ്റ്, സഡൻ അല്ലെങ്കിൽ ഹാസ്റ്റി. അബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബണ്ടൻസ്, പ്ലെൻറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം എന്തായിരിക്കും, ലാക്ക് അല്ലെങ്കിൽ സ്കാൻഡി എന്നൊക്കെ ആയിരിക്കും. അബൗണ്ടിൻ്റെ സ്കാൻഡി വളരെ കുറച്ചുള്ള അല്ലെങ്കിൽ വളരെ കുറച്ചുള്ളൂ, ലാക്ക് ചെയ്യുകയാണ്, അതാണ് ആൻറ്റോണിം. ആബ്സെൻറ്റിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആബ്സെൻറ്റിൻ്റെ ആൻറ്റോണിം പ്രസൻ്റ് ആയിരിക്കും. പിന്നെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് അബ്രവിയേറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ സ്പെല്ലിങ്സ് പഠിക്കുമ്പോൾ നമ്മുടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറച്ച് ഇങ്ങനെ വേർഡ്സ് ചെറിയ വേർഡ്സ് ഒക്കെ എന്നിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുക. അബ്രവിയേറ്റ് ABB, ആബ് റിവിയേറ്റ്, റിവിയേറ്റ്. അപ്പോൾ REVIATE. അപ്പോൾ അബ്രവിയേറ്റ്, കണ്ടോ, അബ്രവിയേറ്റ്. ഇനി അക്കാഡമി ACADEMY, അക്കാഡമി, കണ്ടോ, അങ്ങനെ DEMY, അക്കാഡമി. അബണ്ടൻസ് എന്ന് പറയുമ്പോൾ അബു എൻഡൻസ് എന്ന് ആലോചിച്ച് വെക്കാം. ABU, അബു എൻഡൻസ്, NDANCE, അബു എൻഡൻസ്. എക്സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACCEDE, എക്സീഡ്, ACCEDE. അപ്പോൾ എക്സീഡ്. ഓക്കെ, ഇനി യങ് വൺസ് ആണ്. ബാറ്റിൻ്റെ യങ് വണ്ണിനെ നമ്മൾ പപ്പ് എന്നാണ് വിളിക്കുക. ബാറ്റിൻ്റെ യങ് വൺ എന്താണ്, പപ്പാണ് ബാറ്റിൻ്റെ യങ് വൺ. ബിയറിൻ്റെ കബ്ബാണ്. ബിയറിൻ്റെ എന്താണ്, കബ്ബാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിയറിൻ്റെ സൗണ്ട് എന്താണ്, ബിയർ ഗ്രൗൾസാണ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഐലൂറോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് കാറ്റ്. അപ്പം നമ്മൾ ഐലൂറോഫോബിയ എന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്കൊക്കെ എന്താണ്, അയില ഇഷ്ടമാണല്ലേ. അപ്പോൾ അയില ഇഷ്ടമാണെന്ന് പൂച്ച എന്ന് ഒലിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഐലൂറോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് കാറ്റ്സ് ആണ്. ആന്ത്രോഫോബിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആന്ത്രോപോളജി ഇതൊക്കെ എന്താണ്, മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോപോളജി. അപ്പോൾ അതുപോലെ തന്നെ ആന്ത്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് മെന്നിനെ പേടി, അതാണ് ആന്ത്രോഫോബിയ എന്ന് പറഞ്ഞ്. ഇനി അടുത്ത സെറ്റ് 7 പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് 10 വരെ എടുത്തിട്ട് നിർത്തുക കേട്ടോ. കുറച്ച് ഇതായിരിക്കും, എന്നിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ സെറ്റ് 10 വരെ കഴിഞ്ഞ് നമ്മളൊരു ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ്, അബ്സോൾവ് എന്ന് പറഞ്ഞാൽ അക്വേറ്റ്, ഫോർഗിവ്, എക്സ്ക്യൂസ്. നമ്മൾ എക്സ്ക്യൂസ് എടുക്കുക അല്ലെങ്കിൽ ഫോർഗിവ് ചെയ്യുക, അക്യൂറ്റ് ചെയ്യുക, അതാണ് അബ്സോൾവ്. ഫോർഗിവ് ചെയ്യുക, അതായത് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതിനെ സോൾവ് ചെയ്തു. ഓക്കെ, അതാണ് അബ്സോൾവ്. ഓക്കെ, ഞാൻ അതിനെ സോൾവ് ചെയ്തു, അബ്സോൾവ് എന്ന് വെച്ചാൽ അക്യൂറ്റ്, ഫോർഗിവ്, എക്സ്ക്യൂസ് ചെയ്യുക. ഫോർഗിവ് ചെയ്യുക, എക്സ്ക്യൂസ് ചെയ്യുക. നമ്മളൊരു സൊല്യൂഷൻ സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആരെങ്കിലും അങ്ങോട്ടും ഫോർഗിവ് ചെയ്യണം, ക്ഷമിക്കണം, അല്ലെങ്കിൽ എക്സ്ക്യൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് ആലോചിച്ചാൽ മതി. അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റിഫ്രെയിൻ, ഡെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രെയിൻ,
ഡെസിസ്റ്റ് എന്ന് ആലോചിച്ചാൽ മതി. അബ്സ്റ്റെയിൻ, ഡിഫ്രെയിൻ, ഡെസിസ്റ്റ് എന്ന് ആലോചിച്ചാൽ മതി. റിഫ്രെയിൻ, ഡെസിസ്റ്റ്. ഓക്കെ, അതിൻ്റെ ആൻറ്റോണിമാണ് അബ്സ്ട്രാക്റ്റ്. അബ്സ്ട്രാക്റ്റിൻ്റെ ആൻറ്റോണിം എന്താണ്? കോൺക്രീറ്റ്, ആക്ച്വൽ. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനത്ത് നിന്ന് കുറച്ചെടുക്കുക എന്നുള്ളതാണ്. അബ്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക, അതിന് വളരെ കുറച്ചുള്ള സാധനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം എന്തായിരിക്കും? ആക്ച്വലാണ്. ആക്ച്വൽ അല്ലെങ്കിൽ കോൺക്രീറ്റ്, അങ്ങനെ പറയാം. കോൺക്രീറ്റിൻ്റെ സ്പെല്ലിംഗ് ആലോചിച്ചോ. ക്രീറ്റ്, CON, ക്രീറ്റ്, CRETE, കോൺക്രീറ്റ്. അപ്പോൾ അബ്സേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അബ്സേർഡ് എന്ന് പറഞ്ഞാൽ വളരെ സില്ലി ആയിട്ടുള്ളതെന്നാണ് അർത്ഥം. അപ്പോൾ അബ്സേർഡിൻ്റെ ആൻറ്റോണിം എന്തായിരിക്കും? റീസണബിളായിട്ട് ചിന്തിക്കുന്ന ആൾ. അബ്സേർഡിൻ്റെ ആൻറ്റോണിം എന്താണ്? റീസണബിൾ, റാഷണലായിട്ട് ചിന്തിക്കുന്ന ആൾ എന്നാണ്. ഇനി ഫ്രേസൽ വെബ് കോളോണിൻ്റെ എന്താ? വിസിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ കോൾ ബൈ പറഞ്ഞു. കോൾ ബൈ എന്താണ്? കോൾ ബൈ വളരെ കുറച്ച് നേരത്തേക്ക് കാണാമെന്നാണ് കോൾ ബൈ. അപ്പോൾ കോളോൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ, ഒരു പേഴ്സണെ കാണാം. കുറച്ച് നേരം കൂടുതൽ നേരമൊന്നുമില്ല, വിസിറ്റ് എ പേഴ്സൺ. ഇനി കോൾ അപ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽ ചെയ്യുക. ഓക്കെ, ഞാനിത് അപ്പീൽ ചെയ്യാണ്. ഓക്കെ, അപ്പീൽ ചെയ്യാണ് എന്ന് പറയാം. കോൾ അപ്പോൺ, അപ്പീൽ ചെയ്യാം. ഇനി ഓൾട്ടർ ഈഗോ എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട് നമ്മൾ കുറച്ച് പഠിക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ കുറച്ച് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈഗോ അടിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനാണ് ഏറ്റവും കൂടുതൽ. സ്ട്രേഞ്ചേഴ്സിന് അങ്ങനെ ഈഗോ ഒന്നും അടിക്കില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ അടുത്ത് നിൽക്കുന്നവർക്കാണ് ഭയങ്കര, നമ്മുടെ ഫ്രണ്ടിനായിരിക്കും ഭയങ്കര ഈഗോ അടിക്കുക. അപ്പോൾ എന്താ? ഓൾട്ടർ ഈഗോ എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന് ആലോചിച്ചാൽ മതി. അലുമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് സ്റ്റുഡൻസ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. നമ്മൾ നേരത്തെ പഠിച്ചു അൽമ മാറ്റർ എന്ന് പറഞ്ഞു. എന്താണ്? പഴയ ഒരു യൂണിവേഴ്സിറ്റി ഒരാൾ പഠിച്ച യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറഞ്ഞു. അപ്പോൾ അലുമിനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് സ്റ്റുഡൻസ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓൾഡ് സ്റ്റുഡൻസിനെയാണ് നമ്മൾ അലുമിനി എന്ന് പറയാം. ഇനി ഫോബിയാസ് അനിമോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡ്രാഫ്റ്റ് ഓർ വിൻഡ്, അല്ലെങ്കിൽ ഇതിന് അക്രയോഫോബിയ എന്നും പറയുന്നുണ്ട്. അനിമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ വിൻഡിനെയുള്ള പേടിനെ കുറിച്ച്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റിനെ കുറിച്ചുള്ള പേടിനെയാണ് നമ്മൾ അനിമോഫോബിയ എന്ന് പറയുന്നത്. പിന്നെ ആംഗ്രോഫോബിയ നമുക്ക് ചിന്തിക്കാൻ എളുപ്പമാണ്. ദേഷ്യത്തിനെ കുറിച്ചുള്ള ഒരു പേടി, അല്ലെങ്കിൽ ആംഗ്രി ആവാം എന്നുള്ള അർത്ഥമുണ്ട് ആംഗ്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് സെറ്റ് 8 ഓക്കെ, നമ്മൾ പറഞ്ഞു അബ്സേർഡിൻ്റെ എന്താണ്? നമ്മൾ ആൻറ്റണിം പഠിച്ചിരുന്നു. എന്താണ്? റാഷണലായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് അബ്സേർഡിൻ്റെ ആൻറ്റണിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അബ്സേർഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ റാഷണൽ അല്ലാത്ത, അല്ലെങ്കിൽ വിഡ്ഢിത്തരമായിട്ട് ചിന്തിക്കുന്ന, അത് റെഡിക്കുലസ് ആയിട്ട്, സില്ലി ആയിട്ട് ചിന്തിക്കുന്ന എന്നാണ് സിനോണിം. അബ്സേർഡിൻ്റെ സിനോണിം. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെൻറ്റി. ഓക്കെ, പ്ലെൻറ്റി, ഫുൾനെസ്, ഗ്രേറ്റ്. നമ്മൾ അബൗണ്ട് പഠിച്ചിരുന്നു. അതെന്താ? അബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെൻറ്റി തന്നെയാണ് അർത്ഥം. അപ്പോൾ എന്താണ്? അതിൻ്റെ ഒരു വേർഡല്ല. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെൻറ്റി, ഫുൾനെസ്, ഗ്രേറ്റ്. അപ്പോൾ അബൗണ്ടിൻ്റെ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? ആൻറ്റണിം പഠിച്ചിരുന്നു. എന്താണ് അബൗണ്ടിൻ്റെ ആൻറ്റണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ചെയ്യുക എന്നുള്ളതാണ് അബൗണ്ടിൻ്റെ ആൻറ്റണിം എന്ന് പറഞ്ഞത്. കണ്ടോ? അബണ്ടൻസിൻ്റെ ആൻറ്റണിം എന്താണ്? സ്കേർസിറ്റി, ഡെഫിഷ്യൻസി. കണ്ടോ? സ്കേർസിറ്റി, ഡെഫിഷ്യൻസി, അത് കുറവ് ഇല്ല. അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം. കുറേ ഉണ്ട്, പ്ലെൻറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്തായിരിക്കും? സ്കേർസിറ്റി, ഡെഫിഷ്യൻസി, ഇല്ല, തീരെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആക്സിലറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറിന് ആക്സിലറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാർ ഭയങ്കര സ്പീഡിന് പോകും. അപ്പോൾ എന്താണ്? ആ സ്പീഡ് കുറയ്ക്കാണ്. ഡീസെലറേറ്റ്. അപ്പം ഡീസെലറേറ്റ്. ആക്സിലറേറ്റ് സ്പെല്ലിംഗ് നോക്കി വെച്ചോ. ACC, ആക്സിലറേറ്റ്, ELERATE, ആക്സിലറേറ്റ്. അപ്പോൾ എന്താണ് ആക്സിലറേറ്റ്? അതിൻ്റെ ഓപ്പോസിറ്റ് ഡിസെലറേറ്റ്. അപ്പോൾ അതിന് 2 C ഉണ്ടാവില്ല. അതായത് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്പീഡ് കൊടുക്കുമ്പോൾ 2 C വരും. പക്ഷേ അത് നമ്മൾ സ്പീഡ് കുറയ്ക്കുമ്പോൾ എന്താണ്? 1 C ആവത്തുള്ളൂ. ഡിസെലറേറ്റ് എന്ന് ആലോചിക്കുക. DECELERATE, ഡിസെലറേറ്റ് അല്ലെങ്കിൽ ഡിഫർ എന്നാണ് പറയുക. ഇനി നമ്മൾ കളക്റ്റീവ് നൗൺസ് ആണ് പഠിക്കുക. എ ഫ്ലോക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്. ഫ്ലോക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്ന് പറയുക. ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് ആണല്ലോ പറക്കുക, അങ്ങനെ ഫ്ലൈറ്റ് എന്ന് ആലോചിച്ച് വെക്കുക. അല്ലെങ്കിൽ ഫ്ലോക്ക് എന്ന് പറയാം. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലോക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സിൻ്റെ കൂട്ടത്തെയാണ് പറയുന്നത്. ബ്രൂഡ് ഓഫ് ചിക്കൻസ്, ചിക്കൻ, ഹെന്ന്, ഇതൊക്കെ എന്താണ്? ബ്രൂഡാണ്. ബ്രൂഡ് ഓഫ് ചിക്കൻസ് അല്ലെങ്കിൽ ബ്രൂഡ് ഓഫ് ഹെൻസ് എന്ന് പറയാം. എ മർഡർ ഓഫ് ക്രോസിനെ മർഡർ ചെയ്യുക എന്ന് ആലോചിച്ചാൽ മതി. മർഡർ ഓഫ് ക്രോസ് എന്ന് പഠിക്കാം. മർഡർ ഓഫ് ക്രോസ്. എ ഫ്ലോക്ക് ഓഫ് ഡക്സിൻ്റെ എന്താ പറയുക കൂട്ടത്തിൽ നമ്മൾ പറയുന്നതാണ് ഫ്ലോക്ക് ഓഫ് ഡക്ക്. കണ്ടോ? ഫ്ലോക്ക് ഓഫ് ഡക്ക് കണ്ടോ? ഡക്ക് ഒരു ബേർഡ് അല്ലേ? അതുപോലെ തന്നെ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്,
ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, എ ഫ്ലോക്ക് ഓഫ് ഡക്ക്. അപ്പോൾ ഗാഗിൾ ഓഫ് ഗീസ്, ഗാഗിളിൻ്റെ സ്പെല്ലിംഗ് ആണ് GAGGLE, ഗാഗിൾ ഓഫ് ഗീസ് എന്നാ പറയാം. ഇനി എപ്പിഫോബിയ, അതായത് നമ്മൾ ഈ ഫിയർ ഓഫ് ബീസ് ആണ് എപ്പിഫോബിയ. ഈ ബീസ് നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ പറയുന്നതാണ് എപ്പിയറി എന്ന് പറയാം. അപ്പോൾ എന്താ പറയുക, എപ്പിഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ബീസ്, APIPHOBIA, എപ്പിഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ബീസ് എന്നാണ് അതിനർത്ഥം. എപ്പിഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ബീസ്. ഇനി ആസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിയർ ഓഫ് സ്റ്റാർസ് ഓർ സെലസ്റ്റിയൽ സ്പേസ് എന്നാണ് പറയുക. ഫിയർ ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ സെലസ്റ്റിയൽ സ്പേസ്, അതായത് സ്റ്റാർസിനെ അല്ലെങ്കിൽ സെലസ്റ്റിയൽ സ്പേസിനെ കുറിച്ചുള്ള പേടിനെയാണ് നമ്മൾ എന്ത് പറയുക, ആസ്ട്രോഫോബിയ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് ആസിലറേറ്റ്. നമ്മൾ നേരത്തെ ആൻറ്റോണിമം പറഞ്ഞിരുന്നു. ആസിലറേറ്റിൻ്റെ ആൻറ്റോണിമം എന്താണ്, ഡീസിലറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സിനോണിമാണ് ആസിലറേറ്റിൻ്റെ ക്വിക്കൻ ചെയ്യുക, അഡ്വാൻസ് ചെയ്യുക. ക്വിക്കൻ ചെയ്യുക, ആസിലറേറ്റ് യുവർ സ്റ്റഡീസ്. ഇപ്പോൾ നമുക്ക് 2 ദിവസം കൂടിയുള്ള എക്സാമിനല്ലേ, അപ്പോൾ നമ്മൾ എന്താ പറയുക, ക്വിക്കൻ ചെയ്യണം. അതുപോലെ തന്നെ അഡ്വാൻസ് ചെയ്യണം, നമ്മുടെ സ്റ്റഡീസ് പെട്ടെന്ന് ക്വിക്കൻ ചെയ്യണം എന്ന് പറയാം. ആസിലറേറ്റ് യുവർ സ്റ്റഡീസ്, ആസിലറേറ്റ് എന്ന് പറഞ്ഞാൽ ക്വിക്കൻ, അഡ്വാൻസ്. എക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അപ്രൂവൽ, അപ്ലോസ്, പ്രൈസ്. നമ്മൾ സമ്മതിച്ചു കൊടുത്തു തന്നെ. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിന്നെ ഞാൻ പ്രൈസ് ചെയ്തു, സമ്മതിച്ചു തരാണ്. അപ്ലോസ് ചെയ്തു. പിന്നെന്താണ് അപ്രൂവൽ. എക്ലെയിം എന്ന് പറഞ്ഞാൽ ACC, എക്ലെയിം. ഓക്കെ, AC ക്ലെയിം എന്ന് പറഞ്ഞാൽ CLAIM, ക്ലെയിം. അപ്രൂവൽ, അപ്ലോസ്. അപ്രൂവലിൻ്റെ സ്പെല്ലിംഗ് നോക്കിയാൽ APPROVAL, അപ്രൂവൽ. അപ്ലോസ് APP, ലോസ് LAUSE, ലോസ്, അപ്ലോസ്. അല്ലെങ്കിൽ APPLA, അപ്പ് ലാ യൂസ് ആണ് അപ്ലോസ്. അല്ലെങ്കിൽ അപ്പ്റോവൽ. പിന്നെ പ്രൈസ്, P റേസ് ആണ് പ്രൈസ്. ഓക്കെ, ഇനി എന്താണ് ആക്സെപ്റ്റിൻ്റെ, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആക്സെപ്റ്റിൻ്റെ ആൻറ്റോണിം എന്താണ്, റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആക്സെപ്റ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ. റിജക്റ്റ് ചെയ്യുക, റെഫ്യൂസ് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക. അക്കോഡിൻ്റെ ആൻറ്റോണിം എന്താണ്, ഡിസ്കോഡ് റിഫ്യൂസലാണ്. എന്താ അക്കോഡിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഡിസ്കോഡ് ചെയ്യുക അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അക്കോഡിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത്. അക്കോഡിൻ്റെ ആൻറ്റോണിം ഡിസ്കോഡ് ചെയ്യുക അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അക്കോഡിൻ്റെ ആൻറ്റോണിം എന്താണ്, ഡിസ്കോഡ് ചെയ്യുക അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുക. ഓക്കെ, ആക്സെപ്റ്റ്, റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആൻറ്റോണിം. അക്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കോഡ്, റിഫ്യൂസൽ, ഇതന്നെ അർത്ഥം. റെഫ്യൂസ് ചെയ്യുക, റെഫ്യൂസ്, ഡിസ്കോഡ്, അതാണ് എന്താ അക്കോർഡ്. അക്കോർഡിംഗ് ടു മീ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നല്ലേ പറയുക. അപ്പോൾ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം, അതായിരിക്കും അതിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ആക്സിലറേറ്റർ നമ്മൾ പഠിച്ചിരുന്നു. എലിറേറ്റർ. ഓക്കെ, ACC, ELE, റേറ്റർ, RATOR. ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പം ആക്സെപ്റ്റൻസ് സ്പെല്ലിംഗ് അറിയാം, ACCEPT, ആക്സെപ്റ്റൻസ്, ANCE. ഇനി ആക്സിഡൻറ്റ്, ACCIDENT. ഓക്കെ, ആക്സസിബിൾ എന്ന് പറയുമ്പോൾ ACCESSIBLE ആണ്. അപ്പോൾ ആക്സസിബിൾ ഒന്ന് ശ്രദ്ധിക്കുക, 2 S ഉണ്ട് അതിൽ. ഓക്കെ, 2 S ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കില്ല, അതൊന്നും ശ്രദ്ധിക്കുക. പരീക്ഷാ സമയത്തായിരിക്കും നമുക്കിത് ഓർമ്മ വരിക, 2 S ഉണ്ടോ ഇല്ലയോ, 1 S ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി അടുത്തത് നമ്മൾ ഫ്രേസൽ വെബാണ്. കോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക് എന്ന് പറയത്തില്ല, അതായത് ഞാൻ നിന്നെ റിട്ടേൺ ചെയ്യാം, ഫോൺ കോൾ റിട്ടേൺ ചെയ്യാം എന്നുള്ളതാണ് കോൾ ബാക്ക് എന്ന് പറയാം. ഇനി ക്യാരി ഓഫ് എന്താണ്, ക്യാരി ഓഫ് ടു വിൻ. ഓക്കെ, ടു വിൻ, ക്യാരി ഓഫ്. നമ്മൾക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയല്ലേ പഠിക്കുന്നത്, അപ്പോൾ ക്യാരി ഓഫ്, ടു വിൻ. ക്യാരി ഓഫ് എന്ന് പറഞ്ഞാൽ ടു വിൻ എന്നാണ്. അന്നോ ഡൊമിനി എന്ന് പറഞ്ഞാൽ ഇൻ ദ ഇയർ ഓഫ്, നമ്മൾ പറഞ്ഞില്ലേ ADBC, അതാണ് പറയുന്നത്. അന്നോ ഡൊമിനി എന്ന് പറഞ്ഞാൽ ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്, ആണ് അന്നോ ഡൊമിനി. ഇനി അന്നസ് മിറാബിലീസ്, വണ്ടർഫുൾ ഇയർ, അന്നസ് മിറാബിലീസ്, മിറാക്കുലസ് എന്നൊക്കെ ഉള്ള അർത്ഥം വന്നില്ല. മിറാബിലീസ് എന്ന് പറയുമ്പോൾ വണ്ടർഫുൾ ഇയർ എന്നാണ് അർത്ഥം. അന്നസ്, അപ്പോൾ എന്താ പറയുക, അന്നോ ഡൊമിനി. അപ്പോൾ അന്നോ എന്നതിൻ്റെ അർത്ഥം എന്താണ്, ഒരു ഇയർ ആണ്. ഓക്കെ, ഡൊമിനി എന്ന് പറഞ്ഞാൽ ലോഡ് എന്നായിരിക്കും. അപ്പോൾ ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ് എന്ന്, അപ്പോൾ അന്നസ് ഇതിലും വന്നു, അപ്പോൾ ഇയർ എന്തായാലും വരും. മിറാബിലീസ്. ഓക്കെ, അന്നസ് മിറാബിലീസ് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ ഇയർ എന്നാണ് പറയുക. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റത്തെ സെറ്റാണ് കേട്ടോ ഇത്. ഇന്നത്തെ അല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും കുറേ ഇത് നമ്മൾ 100 സെറ്റ് നമ്മളിന്ന് കംപ്ലീറ്റ് ആക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 10 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് 2 വട്ടം കേട്ട് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഇത് സെറ്റായിരിക്കും.
ഇനി അടുത്തത് അക്കംപ്ലിസ്. അക്കംപ്ലിസ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റിന്. അപ്പം അവൻ ഒരു കുറ്റത്തിൽ എന്താ പറയുക അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം അക്കംപ്ലിസ്. അപ്പോൾ അക്കംപ്ലിസിൻ്റെ സ്പെല്ലിംഗ് നോക്കിയാൽ ACCO അക്കംപ്ലിസ് ACCOMPLICE. അക്കംപ്ലിസ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് ഇൻ ക്രൈം ആണ്. അക്കംപ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അസോസിയേറ്റ് ഇൻ ക്രൈം ആണ് അക്കംപ്ലിസിൻ്റെ അർത്ഥം. അക്കംപ്ലിസ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് ഇൻ ക്രൈം. അപ്പോൾ അക്കംപ്ലിഷ് എന്ന് പറഞ്ഞാൽ എന്താണ് ACCOMPLISH. അക്കംപ്ലിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഫുൾഫിൽ ചെയ്യുക എന്നാണ് അർത്ഥം. അക്കംപ്ലിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഫുൾഫിൽ ചെയ്യുക എന്നാണ് അർത്ഥം. അക്കംപ്ലിഷ് ACCOMPLISH. അക്കംപ്ലിഷ് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യുക എന്നാണ് അർത്ഥം. അക്കംപ്ലിസ് എന്ന് പറഞ്ഞാൽ ACCOMPLICE. അക്കംപ്ലിസ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് ഇൻ ക്രൈം എന്നാണ് അർത്ഥം. ഇനി അടുത്തത് അതിൻ്റെ ഇനി ആൻറ്റോണിമാണ് അക്യുമുലേറ്റ്. അക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്തെടുക്കുക, അക്യുമുലേറ്റ് ചെയ്യുക, അതെല്ലാം ഒത്തുകൂട്ടുക എന്നാണ് അർത്ഥം അക്യുമുലേറ്റ്. അതിൻ്റെ ആൻറ്റോണിം എന്താണ് ഡിസ്പേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യുക എന്നാണ് അർത്ഥം. ഡിസ്പേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യുക. ഡിസ്പേഴ്സ് സ്കാറ്റർ എന്താണ് അക്യുമുലേറ്റിൻ്റെ ആൻറ്റോണിം. ഡിസ്പേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് സ്കാറ്റർ ചെയ്യുക. ഇനി ആക്യുറേറ്റ്. ആക്യുറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം എന്താ ഇന്നാക്യുറേറ്റ്. അത് എളുപ്പമാണല്ലേ ഇന്നാക്യുറേറ്റ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ്. അറിയത്തില്ല ഇൻഡെഫിനിറ്റ് ആണ് ഞാനെന്ന് പറയത്തില്ലേ ഐ ആം നോട്ട് ഷുവർ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ഷുവർ ആണ്. അക്യുറേറ്റ് ആയിട്ട് എനിക്ക് ഇതാ വേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഇന്നാക്യുറേറ്റ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് എന്നായിരിക്കും. ഇനി കളക്റ്റീവ് നൗൺസ് ആണ്. നമ്മൾ പറഞ്ഞു ബ്രൂഡ് ഓഫ് ചിക്കൻസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ബ്രൂഡ് ഓഫ് ഹെൻസ്. വാച്ച് ഓഫ് നൈറ്റിംഗേൾസ്. വാച്ച് ഓഫ് നൈറ്റിംഗേൾസ്. എ വാച്ച് ഓഫ് നൈറ്റിംഗേൾസ്. എ വാച്ച് ഓഫ് നൈറ്റിംഗേൾസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നൈറ്റിൽ ഇങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് സമയം എത്രയായി എന്നുള്ളത് നോക്കാം. വാച്ചാണെന്ന് നോക്കാം. അപ്പോൾ എന്താ വാച്ച് ഓഫ് നൈറ്റിംഗേൾസ്. ഇനി പാർലമെൻറ്റ് ഓഫ് ഔൾസ്. നമ്മൾ പാർലമെൻറ്റിൽ ഔൾസ് മൂങ്ങകളാണ് ഇരിക്കുന്നത്. മൂങ്ങ പോലെ ഇരിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. പാർലമെൻറ്റ് സ്പെല്ലിംഗ് ആലോചിച്ചാൽ പാർലി PARLI പാർലി. യമൻറ്റ് അല്ലെങ്കിൽ അമെൻറ്റ് AMENT അമെൻറ്റ് പാർലി. ഓക്കെ പാർലമെൻറ്റ് ഓഫ് ഔൾസ്. പിന്നെ എന്താണ് കമ്പനി ഓഫ് പാരറ്റ്സ്. തത്തകളുടെ കൂട്ടത്തിൽ എന്താ പറയുക കമ്പനി എന്നാണ് പറയുക. പാരറ്റുകൾ എന്താണ് കമ്പനി ആയിട്ടല്ല അവർ പറക്കുക, കമ്പനി ആയിട്ടാണ് വരിക. അപ്പോൾ എന്താണ് കമ്പനി ഓഫ് പാരറ്റ്സ്. മസ്റ്റർ ഓഫ് പീക്കോക്കിൻ്റെ എന്താ പറയുക മസ്റ്റർ എന്നാണ് പറയുക. കൂടുതൽ അവരൊരു മാസ്റ്റർ പോലെ കേൾക്കുന്ന പീക്കോക്ക് അല്ലേ കുറച്ച് വലിപ്പമൊക്കെ ഉള്ള. അത് ആലോചിച്ചാൽ മതി മസ്റ്റർ ഓഫ് പീക്കോക്സ് MAMUSTR മസ്റ്റർ ഓഫ് പീക്കോക്ക്. ഇനി കൺഫ്യൂസ്ഡ് വരുന്നത് ആക്സിഡൻറ്റും ഇൻസിഡൻറ്റും. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മിസ്ഹാപ്പാണ്. അതായത് ഒരു നമ്മൾ പെട്ടെന്ന് എന്തോ കയ്യബദ്ധം പോലെ മിസ്ഹാപ്പ്. ഹാപ്പനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചു എന്നുള്ളതാണ് ഹാപ്പ്. അപ്പം ഹാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ സംഭവിച്ചൊരു സാധനം. ഓക്കെ ആക്സിഡൻറ്റ് മിസ്ഹാപ്പ്. ഷീ വാസ് കിൽഡ് ബൈ ആൻ ആക്സിഡൻറ്റ്. ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പനിങ് ആണ്. ഓക്കെ അത് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇൻസിഡൻറ്റ് അത് മനഃപൂർവ്വം നടന്നതാണ്. ഹി നരേറ്റഡ് ആൻ ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻറ്റ് ഓഫ് ഹിസ് ലൈഫ്. ഓക്കെ അത് നടന്ന് കഴിഞ്ഞൊരു ഹാപ്പൻ ചെയ്തൊരു സാധനമാണ്. ഓക്കെ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പനിങ് എന്നാണ് അർത്ഥം. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ 10 സെറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ബാക്കിയുള്ള സെറ്റുകളും കൂടെ ഇടുന്നതായിരിക്കും.